പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. പ്രാചീന കാലഘട്ടത്തിൽ ഏത് തരത്തിലായിരുന്നു കേരളം ഉണ്ടായിരുന്നത്, ഇന്ന് കാണുന്ന രീതിയിലായിരുന്നോ, അതിനു മുമ്പുള്ള കേരളത്തിൻ്റെ കുറിച്ച് പഠിക്കുന്നതിന് സഹായകമായിട്ടുള്ള പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് പുരാവസ്തുക്കൾ ഏത് തരത്തിലാണ് ഈ ഒരു പ്രാചീന കാല ചരിത്രത്തെ പഠിക്കുന്നതിന് നമുക്ക് സഹായകമായിട്ടുള്ളത് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. പുരാവസ്തു തെളിവുകൾ. ഇന്ത്യയിൽ കാണപ്പെടുന്ന റോമൻ മൺപാത്രങ്ങളിൽ ആംഫോറയുടെയും അതുപോലെ ടെറാ സിഗില്ലാറ്റയുടെയും അവശിഷ്ടങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ദീർഘവൃത്താകാരത്തിലുള്ള വലിയ ഉടൽ, ഇടുങ്ങിയ സിലിണ്ടർ കഴുത്ത്, 2 കൈപ്പിടികൾ എന്നിവയാണ് ആംഫോറയുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഒരു അച്ചിലമർത്തി അലങ്കരിച്ച ചുവപ്പ് മിനുക്ക് മൺപാത്രമാണ് ടെറാ സിജില്ലേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ റോമക്കാർ കേരളത്തിൽ വ്യാപാരം നടത്തിയിരുന്ന കാലത്ത് കേരളത്തിൽ പ്രചരിക്കപ്പെട്ട 2 റോമൻ മൺപാത്രങ്ങളാണ് ആംഫോറയും അതുപോലെ ടെറാ സിഗില്ലാറ്റ എന്ന് പറയുന്നത്. റോമക്കാർ നിർമ്മിച്ചിട്ടുള്ളതാണ്, പക്ഷേ കേരളത്തിലേക്ക് വ്യാപാരത്തിനായി വന്ന സമയത്ത് അവർ ഇങ്ങോട്ടേക്ക് അത് പരിചയപ്പെടുത്തുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട മൺപാത്രങ്ങളാണ് ആംഫോറയും അതുപോലെ ടെറാ സിഗില്ലാറ്റ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദീർഘവൃത്താകാരത്തിലുള്ള വലിയ ഉടൽ, ഇടുങ്ങിയ സിലിണ്ടർ കഴുത്ത്, 2 കൈപ്പിടികൾ എന്നിവയാണ് ആംഫോറയുടെ പ്രത്യേകതയെങ്കിൽ ഒരു അച്ചിലമർത്തി അലങ്കരിച്ച ചുവപ്പ് മിനുക്ക് മൺപാത്രങ്ങളാണ് ടെറാ സിഗില്ലാറ്റ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ റോമൻ പുരാവസ്തുക്കളുടെ വിതരണ രീതി സൂചിപ്പിക്കുന്നത് വ്യാപാരം തുടക്കത്തിൽ പടിഞ്ഞാറൻ തീരത്ത് മാത്രം കേന്ദ്രീകരിച്ചിരുന്നു എന്നതാണ്. ഈജിപ്ഷ്യൻ തീരത്തെ ബെർണിക്കയിൽ നിന്ന് നടത്തിയ ഉദ്ഖനനത്തിൽ ദക്ഷിണ ഇന്ത്യയിൽ നിന്നും കുരുമുളക്, മുത്തുകൾ എന്നിവ കയറ്റി അയച്ചതിൻ്റെ തെളിവുകൾ ഉണ്ട്. അപ്പോൾ ഇന്ത്യയിലെ റോമൻ പുരാവസ്തുക്കളുടെ വിതരണ രീതി, അതായത് അവ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാലഘട്ടത്തിൽ വ്യാപാരം പ്രധാനമായിട്ടും പടിഞ്ഞാറൻ തീരത്ത്, അതായത് കേരളം ഉൾപ്പെടുന്ന പ്രദേശത്തായിരുന്നു കേന്ദ്രീകരിച്ചിരുന്നതെന്ന് നമുക്ക് അനുമാനിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ തീരത്തെ ഒരു പ്രധാനപ്പെട്ട തുറമുഖമാണ് ബെർണിക്ക എന്ന് പറയുന്നത്. അവിടെ നടത്തിയിട്ടുള്ള ഉദ്ഖനനത്തിൽ ദക്ഷിണ ഇന്ത്യയിൽ നിന്നും കുരുമുളക് അതുപോലെ മുത്തുകൾ എന്നിവ കയറ്റി അയച്ചതിൻ്റെ തെളിവുകളുമുണ്ട്. ഇത് നമുക്ക് എന്തായിട്ട് അനുമാനിക്കാനായിട്ട് സാധിക്കും? ഈ കാലഘട്ടത്തിൽ കേരളവുമായിട്ട് റോമക്കാർക്കും അതുപോലെ ഈജിപ്ഷ്യൻകാർക്കും ഒക്കെ വ്യാപാരം ഉണ്ടായിരുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ്. പട്ടണം ഉദ്ഖനനത്തിൽ ഇരുമ്പ് യുഗത്തിൻ്റെ തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. അതിൽ കരി, ചുവപ്പ് മൺപാത്രങ്ങളും പശ്ചിമ ഏഷ്യയിൽ നിന്നുള്ള മൺപാത്രങ്ങളും ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ കേരള തീരത്തുള്ള പ്രധാനപ്പെട്ട ഒരു തുറമുഖമായിരുന്നു മുസിരിസ് എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് നിലനിന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഗ്രാമമാണ് പട്ടണം എന്ന് പറയുന്നത്. അവിടെ നടത്തിയിട്ടുള്ള ഉദ്ഖനനങ്ങളിലും നമുക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട്? കരി, ചുവപ്പ് മൺപാത്രങ്ങളും അതുപോലെ പശ്ചിമ ഏഷ്യയിൽ നിന്നുള്ള മൺപാത്രങ്ങളും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വ്യാപാരവുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും ലഭിച്ചിട്ടുള്ള പുരാവസ്തുക്കൾ എന്ന് പറയുന്നത് മൺപാത്രങ്ങളാണ്. അതുപോലെ തന്നെ ചരക്ക് ഗതാഗതത്തിൻ്റെ പുരാവസ്തു തെളിവുകളും നമുക്ക് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഈജിപ്ത്, മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിലെ പുരാവസ്തു ഉദ്ഖനനങ്ങൾ ഈജിപ്തിലെ ചെങ്കടൽ തുറമുഖങ്ങളായ ബെർണിക്കെ, മയോസ്, ഹോർമോസ് എന്നിവയിലൂടെ ഇന്ത്യൻ ചരക്കുകൾ കടന്നുപോയതിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ആദിമകാലത്തെ പഠിക്കാനുള്ള ഒരു പ്രധാന സ്രോതസ്സാണ് മൺപാത്രങ്ങൾ എന്ന് പറയുന്നത്. മൺപാത്രങ്ങൾ ഓരോ പ്രദേശങ്ങളിലും ഉണ്ടാക്കുന്നതിന് വ്യത്യസ്ത രീതികളുണ്ട്. കേരളത്തിൽ ഉണ്ടാക്കുന്ന അതേ രീതിയിലായിരിക്കില്ല ചിലപ്പോൾ മറ്റു പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ മാത്രം കിട്ടുന്ന ചില വസ്തുക്കൾ ഉപയോഗിച്ചായിരിക്കും ആ പ്രദേശത്ത് ഉണ്ടാകുന്നത്. അത് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഇവിടുത്തെ മൺപാത്രങ്ങളുമായിട്ട് നല്ല വ്യത്യാസം ഉണ്ടാകും. അതിൽ നിന്നാണ് നമുക്ക് ഇത് ആ പ്രദേശത്ത് ഉണ്ടാക്കിയതല്ല എന്ന് അനുമാനിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈജിപ്ത്, മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിലെ പുരാവസ്തു ഉദ്ഖനനങ്ങളിൽ എന്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്? ഈ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ള ചരക്കുകളുടെ തെളിവുകൾ ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മൺപാത്രങ്ങൾ ഈ പ്രാചീന കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട സ്രോതസ്സാണെന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അങ്ങനെ പടിഞ്ഞാറൻ തീരത്ത് നിന്ന് കണ്ടെത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട മൺപാത്രങ്ങൾ എന്ന് പറയുന്നത് കരി, ചുവപ്പ് മൺപാത്രങ്ങൾ, അതുപോലെ വടക്കൻ കരിമിനുക്ക് പാത്രങ്ങൾ, ഇന്ത്യൻ റൂലറ്റൂഡ് മൺപാത്രങ്ങൾ, പരുക്കൻ മൺപാത്രങ്ങൾ എന്നിവയാണ് നമ്മുടെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് നിന്ന് കണ്ടെത്തിയിട്ടുള്ള മൺപാത്രങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വ്യാപാരവുമായി ബന്ധപ്പെട്ട നമുക്ക് ലഭിച്ചിട്ടുള്ള തെളിവുകളിൽ, പുരാവസ്തു തെളിവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മുസിരിസ് പാപ്പിറസ് എന്നറിയപ്പെടുന്നത്. വിയന്ന പാപ്പിറസ് എന്നറിയപ്പെടുന്ന മുസിരിസ് പാപ്പിറസ് 1985 കണ്ടെത്തിയത്. ഇത് CE 2-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ മുസിരിസിൽ നിന്ന് മയോസ്, ഹോർമോസിലേക്കുള്ള ചരക്ക് കയറ്റുമതിയുമായി ബന്ധപ്പെട്ട ഒരു സമുദ്ര വായ്പ കരാറാണ്. മയോസ്, ഹോർമോസ് എന്ന് പറയുന്നത് എവിടെയാണ്? ഈജിപ്തിലുള്ള ഒരു സ്ഥലമാണ് അല്ലേ. അപ്പോൾ നമ്മുടെ മുസിരിസ് എന്ന് പറയുന്നത് കേരളത്തിലെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള ഒരു തുറമുഖമായിരുന്നു. ഇത് CE 2-ാം നൂറ്റാണ്ടിൽ മുസിരിസിൽ നിന്ന്
മയോസ് ഹോർമോസിലേക്കുള്ള ചരക്ക് കയറ്റുമതിയുമായി ബന്ധപ്പെട്ട ഒരു സമുദ്ര കരാറിൻ്റെ ഭാഗമായിട്ട് ലഭിച്ചിട്ടുള്ള ഒന്നാണ് മുസിരിസ് പാപ്രസ്. പക്ഷെ ഇത് എക്സ്കവേറ്റ് ചെയ്തെടുക്കുന്നത് 1985-ലാണ്. അക്കാലത്തെ വിദേശ ഇടപാടുകളെക്കുറിച്ച് വിവരം നൽകുന്ന ഒരു രേഖ എന്ന നിലയിൽ ഇതിനെന്തുണ്ട്, വലിയ പ്രാധാന്യമുണ്ട്. നമുക്ക് ലഭിച്ചിട്ടുള്ള പുരാവസ്തു തെളിവുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മുസിരിസ് പാപ്പിറസ് അല്ലെങ്കിൽ വിയന്ന പാപ്പിറസ് എന്നറിയപ്പെടുന്ന കരാറ്. അതുപോലെ ഈ വിയന്ന പാപ്പിറസിൽ നിന്ന് നമുക്ക് ഹെർമോപോളൻ എന്ന് പറയുന്നൊരു കപ്പലിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. CE 2-ാം നൂറ്റാണ്ടിന് മധ്യത്തിൽ ബെറാനിക്ക എന്ന് പറയുന്നത് ഈജിപ്തിലെ ഒരു തുറമുഖമാണ്. ഈ ബെറാനിക്കയിൽ നിന്നും മുസിരിസിലേക്ക് വ്യാപാരം നടത്തിയിട്ടുള്ള ഹെർമോപോളൻ എന്ന് പറയുന്ന ഒരു കപ്പലിനെ കുറിച്ചിട്ടും ഇവിടെ പരാമർശമുണ്ട്. നമുക്ക് ലഭിച്ചിട്ടുള്ള വിയന്ന പാപ്പിറസിലെ പരാമർശമുണ്ട്. അതുപോലെ മുസിരിസുമായിട്ടുള്ള വ്യാപാരത്തിൻ്റെ വ്യാപകമായ സൂചനകളും 1985 എക്സ്കവേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വിയന്ന പാപ്പിറസിൽ നിന്നും ലഭ്യമാണ്. ഇങ്ങനെ ഇൻഡോ റോമൻ വ്യാപാരവും അല്ലെങ്കിൽ ഗ്രീക്ക് വ്യാപാരം ഒക്കെ നടന്നിരുന്നു എന്ന് പറയപ്പെടുമ്പോഴും അതിൽ പ്രാദേശിക വ്യാപാരികൾ ഇൻവോൾവ് ചെയ്തിരുന്നു അല്ലെങ്കിൽ അതിൽ പ്രാദേശിക വ്യാപാരികളുടെ പങ്കുണ്ടായിരുന്നോ എന്നതിനെ സംബന്ധിച്ച് വ്യത്യസ്ത പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ ഇൻഡോ റോമൻ വ്യാപാരവും അതുപോലെ പ്രാദേശിക വ്യാപാരികളും. ഇൻഡോ റോമൻ വ്യാപാരത്തെക്കുറിച്ച് പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളാണുള്ളത്. ദീർഘദൂര വ്യാപാരത്തിൽ പ്രാദേശിക വ്യാപാരികളുടെ പങ്ക് അവ്യക്തമാണെന്നാണ് കേരളത്തിലെ പ്രശസ്തനായിട്ടുള്ള ചരിത്രകാരനായിട്ടുള്ള രാജൻ ഗുരുക്കൾ അഭിപ്രായപ്പെടുന്നത്. ഇൻഡോ റോമൻ വ്യാപാരത്തെക്കുറിച്ച് പണ്ഡിതന്മാർക്ക് എന്തുണ്ട്, വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. കേരളവുമായിട്ട് വ്യാപാരം നിലനിന്നിരുന്നു എന്നത് സത്യമാണെങ്കിലും ഈ വ്യാപാരത്തിൽ പ്രാദേശികരായിട്ടുള്ള വ്യാപാരികളുടെ പങ്ക് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ദീർഘദൂര വ്യാപാരത്തിൽ പ്രാദേശിക വ്യാപാരികൾ പങ്കെടുത്തിരുന്നോ എന്നതിനെ സംബന്ധിച്ച് എന്തുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ ചരിത്രകാരന്മാർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിച്ച ഒരാളാണ് രാജൻ ഗുരുക്കൾ എന്ന് പറയുന്ന ആൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ദീർഘദൂര വ്യാപാരത്തിൽ പ്രാദേശിക വ്യാപാരികളുടെ പങ്ക് അവ്യക്തമാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കടൽ ക്ഷോഭത്തെ നേരിടാൻ പ്രാപ്തമായ കപ്പലുകൾ നിർമ്മിക്കാനുള്ള ശേഷി ആർക്കുണ്ടായിരുന്നില്ല, ഇന്ത്യയിലെ പ്രാദേശിക വ്യാപാരികൾക്ക് ഉണ്ടായിരുന്നില്ല. രാജൻ ഗുരുക്കൾ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: കടൽക്ഷോഭത്തെ നേരിടാൻ പ്രാപ്തമായിട്ടുള്ള കപ്പലുകൾ നിർമ്മിക്കാനുള്ള ശേഷിയൊന്നും ആർക്കില്ല, ഇന്ത്യയിലെ അന്നത്തെ പ്രാദേശിക വ്യാപാരികൾക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു വ്യാപാരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നും ദീർഘദൂര വ്യാപാരത്തിൻ്റെ കേന്ദ്രമായിരുന്നു എന്നതിൽ സംശയമില്ല. പക്ഷെ അതിൽ പ്രാദേശികരായിട്ടുള്ള വ്യാപാരികൾ പങ്കെടുത്തിരുന്നോ എന്ന കാര്യത്തിൽ ആർക്ക് സംശയമുണ്ട്? കേരളത്തിലെ ചരിത്രകാരന്മാർക്ക് സംശയമുണ്ട്. ആ സംശയം മുന്നോട്ട് വെച്ചിട്ടുള്ള വ്യക്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് രാജൻ ഗുരുക്കൾ എന്ന് പറയുന്ന ചരിത്രകാരൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും പഠിക്കാനായിട്ട് ശ്രമിച്ചത് എന്താണ്? പുരാവസ്തു തെളിവുകൾ എങ്ങനെയാണ് പ്രാചീന കേരളത്തിൻ്റെ ചരിത്രത്തെ പുനർനിർമ്മിക്കാനായിട്ട് സഹായകമായത്. അതിൽ നമ്മൾ റോമൻ മൺപാത്രങ്ങളായിട്ടുള്ള ആംഫോറയെ കുറിച്ചും അതുപോലെ ടെറ സിഗില്ലാറ്റനെ കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ പ്രാദേശിക വ്യാപാരത്തിൽ അല്ലെങ്കിൽ കേരളവുമായിട്ടുള്ള വ്യാപാരത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പുരാവസ്തു തെളിവുകൾ എന്തൊക്കെയായിരുന്നു, ഗതാഗതത്തിൻ്റെ തെളിവുകൾ എന്തൊക്കെയായിരുന്നു, അതുമായി ബന്ധപ്പെട്ട് ചില ചരിത്രകാരന്മാരുടെ വാദഗതികൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് ശ്രമിച്ചത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു.